ഗുരുവായൂരപ്പന് എല്ലാവരുടെ അടുത്തേക്കും നേരിട്ട് കടന്നു ചെല്ലാൻ പറ്റില്ല. പക്ഷേ സാഹചര്യങ്ങളിലൂടെ, സന്ദർഭങ്ങളിലൂടെ അദ്ദേഹം നമ്മുടെ അടുത്തേക്ക് എത്തും. വോയിസായും രൂപമായിട്ടുമൊക്കെ. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് എനിക്കിപ്പോൾ ഗുരുവായൂരപ്പൻ്റെ വോയിസ് അല്ലെങ്കിൽ ബോഡി എന്ന് പറയുന്ന ഒരാളാണ് ഡോക്ടർ വിനൂപ് ജയ്പാൽ. അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന രാജീവ്. ആൾ കാണുന്ന പോലെ ചിലർക്കാരിയല്ല. ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന് ആർട്ടിസ്റ്റാണ് അദ്ദേഹം. എൻ്റെ ചിത്രം ഇന്നലെ എൻ്റെ സ്റ്റാറ്റസിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നിന്ന നിപ്പിൽ വരച്ച് തന്ന ഒരാളാണ്. എൻ്റെ കണ്ണ് അത്രയും, എനിക്ക് നിൻ്റെ കണ്ണ് കണ്ടിട്ട് കൈ തരിക്കുന്നു ചിത്രം വരയ്ക്കാൻ പറഞ്ഞിട്ട് അവിടെ കണ്ടൊരു ടിഷ്യൂ പേപ്പറിൽ ഒരു പെണ്ണ് കൊണ്ട് വരച്ച് തന്നതാണ് ആ പുള്ളിക്കാരി. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ അത് ഫിനിഷ് ചെയ്തു അവർ. സമയമില്ലാത്തത് കൊണ്ടും പേപ്പറും ക്യാൻവാസൊന്നും ഒക്കെ ആവാത്തത് കൊണ്ടും അങ്ങനെ ഒരു ഇതിൽ. അതിലേക്ക് ആ കുട്ടി ഇന്നലെ മിഞ്ഞാന്ന് നടന്ന ഞങ്ങളുടെ പ്രോഗ്രാമിൽ അവൾക്ക് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എല്ലാ വഴികളും വിധി അടച്ചെങ്കിലും ഗുരുവായൂരപ്പനായിട്ട് അതിനെ മാറ്റിമറിച്ച് ഞങ്ങളിലേക്ക് അവളെ ഓടിയെത്തി ഞങ്ങളിലേക്ക്. അത് ഭയങ്കര ഒരു മിറാക്കിളായിരുന്നു അന്നത്തെ ദിവസം സംഭവിച്ചത്. തലേ ദിവസം വരെയും ഞങ്ങൾ ഓരോരുത്തരും കുട്ടിയുടെ കാര്യത്തിൽ വിഷമിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് എത്താൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഞങ്ങൾ ഓരോരുത്തരും ഷെയർ ചെയ്യുമായിരുന്നു, അവൾക്ക് വരാൻ പറ്റുമോ, നമ്മളുടെ സാഹചര്യങ്ങൾ ഷെയർ ചെയ്യുമായിരുന്നു. പക്ഷേ ഭഗവാന്റെ നിശ്ചയമാണല്ലോ നടക്കുക. അത് നടന്നു. അവൾ ഓടി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. കാരണം അവൾക്കും ഞാൻ കൊടുക്കുന്ന ഗുരുവായൂരപ്പനെ അവൾക്കും വാങ്ങണമായിരുന്നു, അവൾ തരുന്ന ഉണ്ണിക്കണ്ണനെ എനിക്കും വാങ്ങണമായിരുന്നു. അതുകൊണ്ട് അവൾക്ക് എൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് എത്തിയേ പറ്റുള്ളൂ. അത് എത്തിച്ചു. അതിന് വേണ്ടിയിട്ടാണ് എന്നെ ഗുരുവായൂരപ്പൻ കഴിഞ്ഞ ദിവസം ഓട്ടിച്ച് ഗുരുവായൂരിലേക്ക് എത്തിച്ച് സിനുവിൻ്റെ അടുത്തേക്ക് എന്നെ നിർത്തിച്ചത്. അത് നല്ല ബോധ്യമുണ്ട്. ആ ഒരു ബ്ലെസ്സിങ് അവൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, എന്നിലൂടെ കിട്ടാനായിരിക്കും. അതിനൊക്കെ കാരണക്കാരനായ ഞങ്ങളുടെ മാസ്റ്ററോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അതാണ് ഞങ്ങൾ അത്രയും ഹാർട്ട് ടച്ചിങ് ആയിട്ടാണ് ഓരോ ഹഗ്ഗും ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് എന്തൊക്കെയോ ഇനി എനിക്ക് പറയാനുണ്ടെന്നും എനിക്ക് ഫീലിങ്സ് കൊണ്ട് എനിക്ക് പറ്റുന്നില്ല. ശബ്ദങ്ങൾ പുറത്ത് വരാതാവുക എന്ന് പറയണമല്ലോ. ഈ ഒരു ലോകത്തേക്ക് എന്നെ എത്തിച്ച മാഷേ ഒരുപാട് നന്ദി എന്നല്ലാണ്ട് എനിക്കൊന്നും കൂടുതൽ പറയാൻ വരുന്നില്ല. എന്നും കടപ്പെട്ടിരിക്കും. താങ്ക് യു സോ മച്ച്. ഇതാണ് രാജി തന്ന ഉണ്ണിക്കണ്ണൻ, ശംഖിൻ്റെ പുറത്തിരിക്കുന്ന ഉണ്ണിക്കണ്ണൻ. ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടില്ലേന്ന് പറയും. അത് ഞങ്ങൾക്ക് ഉണ്ടായ ഒരു അഡ്വാൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാഷ് ഞങ്ങൾക്ക് ഇത് ബ്ലെസ് ചെയ്ത് തന്നു ഉണ്ണിക്കണ്ണന്. ബാക്കി എല്ലാവരും ഗിഫ്റ്റ് കൊടുത്ത് മാറി. പക്ഷേ എൻ്റെ പേര് ആർക്കും കിട്ടിയില്ല. പക്ഷെ എനിക്ക് വിഷമമുണ്ടായിരുന്നു, എന്താ എൻ്റെ പേര് ആർക്കും കിട്ടാത്തത്. പക്ഷേ ഈ കണ്ണനെ എനിക്ക് കിട്ടാനായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. പണ്ടല്ല ഇപ്പോഴും അതെ, എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് വരുമ്പോൾ വെണ്ണക്കരയിൽ നിന്നുള്ള മാക്സിമം സാധനങ്ങൾ അമ്മ തന്നു വിടും. ചക്ക, മാങ്ങ, തേങ്ങ പറഞ്ഞ പോലെ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളും. സാധാരണ എല്ലാ വീട്ടുകളിലും പതിവാണല്ലോ അത്. പെൺകുട്ടികൾ സ്വന്തം വീട്ടിൽ പോയിട്ട് വരുമ്പോൾ കുഞ്ഞ് ബാഗ് കൊണ്ടുപോയോ വരുമ്പോൾ നിറയെ ബാഗായി വലിയ ബാഗായിട്ടാണ് തിരിച്ചു വരിക. അതേപോലെയാണ് എനിക്ക് മിനിയാന്ന് പോകുമ്പോൾ ഒരു ബാഗ് കൊണ്ടു. അത് വരുമ്പോൾ നല്ല വെയിറ്റ് ആയിരുന്നു. കുറേ സാധനങ്ങൾ എനിക്ക് അവിടെ നിന്ന് ഒരുപാട് പേരുടെ സ്നേഹവും കൂടെ ചേർത്ത് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. മാസ്റ്ററുടെ ബ്ലെസ്സിങ് ആയിട്ട് കിട്ടിയ ഒരു കപ്പാണത്. ഞാൻ ആഗ്രഹിച്ചിരുന്നു എനിക്കൊരു കപ്പ് വേണമെന്നുള്ളത്, ഒരു പ്രിന്റഡ് കപ്പ്. അത് ഞാൻ എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് ചെയ്യാനായിരുന്നു ഡിസൈൻ ചെയ്തത്. പക്ഷേ അത് എനിക്ക് ഇവിടെ നിന്ന് കിട്ടി. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, വാങ്ങുന്നില്ല. ഇത് എനിക്ക് മാസ്റ്റർ തന്നൊരു പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റാണ്. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന എസെൻഷ്യൽ ഓയിലിൻ്റെ സെയിം സാധനമാണ്, ക്രീമാണ് മാഷ് തന്നിരിക്കുന്നത്. അതേപോലെ മാഷ് ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് സെയിം ഓയിൽ മാഷ്ക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റി. അതെങ്ങനെ സംഭവിച്ചെന്നറിയില്ല. മിറാക്കിൾ യൂണിവേഴ്സിന്റെ ഓരോരോ കുസൃതികളെ. അതിന്റെ ഓയിലാണ് ഞാൻ മാഷ്ക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ഉണ്ണിക്കണ്ണനെയും കൂടെ. ഇതാണ് രാജി എനിക്ക് തന്ന ഉണ്ണിക്കണ്ണൻ. കണ്ടോ എത്ര ചുന്ദരനായിട്ടായിരിക്കണം നോക്ക്. ശംഖിന്റെ പുറത്തായിരിക്കുന്നത് ഭഗവാൻ. സൂപ്പറല്ലേ? പിന്നെ ഇത് ഫെൻഷൂയി പ്രകാരം ഉള്ള ഒരു വള്ളം ആണിത്. ഇത് നമ്മുടെ വീടിൻ്റെ ഇങ്ങനെ വെക്കുക, അതായത് നമ്മുടെ വീടിൻ്റെ ഡോറിന് ഓപ്പോസിറ്റായിട്ട് വെക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ ഫെൻഷൂയിലുള്ളത്. ഓക്കേ, അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു.